ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും ആൻഡ് വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്ന് റെഡിയാക്കി എടുക്കാൻ പോകുന്നത് മൊസറല്ല ചീസ് കൊണ്ടുള്ള അടിപൊളിയായിട്ടുള്ള ചീസ് ബോളാണ്. അതും കൂടാതെ നമ്മൾ മൈദമാവ് കൊണ്ടാണ് റെഡിയാക്കി എടുക്കുന്നത്. ഉരുളക്കിഴങ്ങും നമ്മൾ സാധാരണ ചീസ് ബോൾ ഉണ്ടാക്കുന്നതിന് അത്രയും ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള അത്രയും ഇൻഗ്രീഡിയൻസ് മാത്രം മതി, കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇത് റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ നമ്മളിത് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് മുൻപ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ആദ്യം തന്നെ നമ്മുടെ പാലെടുത്തിട്ടുണ്ട്. 1 കപ്പ് പാൽ നല്ലപോലെ അങ്ങ് തിളപ്പിച്ചെടുത്ത് ആ ഒരു ചൂടോട് കൂടി തന്നെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തതാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു തിളപ്പിച്ചെടുത്ത പാത്രത്തിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് മുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഞാനിവിടെ നല്ലപോലെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് മൈദമാവാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഒരു 2/3 കപ്പ് മൈദമാവ് ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. മെഷർ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫുള്ളായിട്ട് ഒറ്റയടിക്ക് ചേർത്ത് കൊടുക്കുന്നില്ല, കുറച്ചായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്കിന്ന് നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കൈ വെച്ചിട്ടൊന്ന് നല്ലപോലെ അങ്ങ് സോഫ്റ്റ് ആക്കിയിട്ടുള്ളൊരു ഡോ ആക്കി റെഡിയാക്കി എടുക്കാം. ഇതുപോലെ അങ്ങ് നല്ലപോലെ അങ്ങ് സോഫ്റ്റ് ആയിട്ടുള്ള ഡോ ആക്കി ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിതിൽ നിന്നൊരു ചെറിയ ബോൾസ് ആക്കിയിട്ട് ഇതിൻ്റെ ചീസ് ബോളിൻ്റെ ആ ഒരു ഷേപ്പിന്, ആ ഒരു സൈസിനനുസരിച്ച് ബോൾസ് എടുക്കാം. ഞാനിവിടെ ചെറിയ ബോൾസ് ആട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ബോൾസ് എടുത്ത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇതുപോലെ അങ്ങ് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് അതിനുള്ളിലേക്ക് നമുക്ക് ഫില്ല് ചെയ്യണം നമ്മുടെ ചീസ്. മൊസറല്ല ചീസാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് എടുക്കുക. എന്നിട്ട് നമുക്കതിലേക്ക് നമ്മുടെ ഈ മൊസറല്ല ചീസ് വെച്ച് കൊടുത്ത് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ അങ്ങ് നമ്മുടെ ചീസ് പുറത്ത് വരാത്തതുപോലെ ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടി അങ്ങ് റോൾ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ഒരു ഡോ കൂടി റെഡിയാക്കി എടുക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഈ ഒരു ഡോയിൽ ഇത്രയും ബാൾസ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇനി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഓയിലൊക്കെ ഒഴിച്ച് ഒന്ന് ചൂടാവാനായി വെച്ചിട്ടുണ്ട്. ചൂടായി കഴിഞ്ഞാൽ നമുക്കതിലേക്ക് നമ്മുടെ ഈ ഒരു ബോൾസ് ഇട്ട് കൊടുത്ത് ഒന്ന് നല്ലപോലെ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ ആ ഒരു കളർ വരുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ തന്നെ വയ്ക്കുക, ഫ്ലെയിം കൂട്ടരുത്. അപ്പോൾ നല്ലപോലെ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഫ്രൈ ചെയ്തിട്ട് ഈ ഒരു ഗോൾഡൻ കളറിനേക്കാൾ ഇതുപോലെ ഒന്ന് കുറച്ചുകൂടി കളർ വരും. ആ ഒരു ടൈമിൽ നമുക്കിന്നെ കോരിയെടുക്കാം. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള ബോൾസ് കൂടി റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇത്രയുള്ള നല്ല ടേസ്റ്റി ആയിട്ട് ക്രിസ്പി ആയിട്ടുള്ള നമ്മുടെ ചീസ് ബോൾസ് കൂടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും അതുപോലെ തന്നെ ട്രൈ ചെയ്ത ശേഷം അതിനെക്കുറിച്ചുള്ള ഫീഡ്ബാക്ക് ഒന്ന് കമൻറ്റ് ബോക്സിൽ മറക്കാതെ അറിയിക്കുക. പിന്നെ അറിയാവുന്നവർ 3 പേർക്കെങ്കിലും ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നമുക്ക് അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അണ്ടിൽ ദെൻ ബൈ.